എന്തായാലും മൂന്നാർ വരെ എത്തിയതല്ലേ, കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ. അങ്ങനെ വണ്ടിയെടുത്ത് നമ്മളിപ്പോൾ പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് സൈഡിൽ നമ്മുടെ ഡാമൊക്കെ കാണാൻ പറ്റും. മാട്ടുപ്പെട്ടി ഡാമിൻ്റെയൊക്കെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോണത്. എന്താണെന്നറിയില്ല, വെള്ളമൊക്കെ നല്ല പച്ച കളറിലിരിക്കുന്നുണ്ട്. എന്തേലും ആട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റിലെത്തി. ഇതാണ് യെല്ലപ്പെട്ടി ഗ്രാസ് ലാൻഡ്. അയ്യോ, നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, ഇവിടെ ഒന്നും അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആൾക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പം. ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ചെറിയൊരു അട്ടയുടെ പ്രശ്നമുണ്ട്. കുഴപ്പമില്ല, കുറച്ച് ഉപ്പൊക്കെ കയ്യിൽ കരുതിയാൽ മതി, അല്ലെങ്കിൽ സാനിറ്റൈസർ. അവിടെ കുറേ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ മാട്ടുപ്പെട്ടി ഡാമും കുണ്ടള ഡാമും ഒക്കെ കാണാൻ പോയി. ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പോണത് ഇനി എക്കോ പോയിൻറ്റിലേക്കാണ്. എക്കോ പോയിൻറ്റ് ചെന്നപ്പോൾ അത്യാവശ്യം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തില്ല. പോകുന്ന വഴിക്ക് കണ്ട ഒരു പോസ്റ്റ് ഓഫീസാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തീരത്തോട്ടത്തിന് ഇടയ്ക്കൂടെയല്ല നമ്മുടെ ഡ്രൈവ് അങ്ങനെ പോണത്. ഇനി ഒരു എലഫൻറ്റ് സഫാരി. ആദ്യമായിട്ട് ആനപ്പുറത്ത് കയറുന്നതിന് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിലും റൈഡ് കഴിഞ്ഞോടെ എനിക്കത് മതിയായിട്ടോ. ഈ ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ സത്യമായിട്ട് ഞാൻ ചിന്തിച്ചത് പണ്ട് ഈ രാജാക്കന്മാരൊക്കെ എങ്ങനെയാണോ ഇതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്തതാണ്. നമ്മൾ തിരിച്ച് തേയിലത്തോട്ടത്തിലെത്തി. ഇനി നമ്മൾ പോണത് ഈ ട്രിപ്പിൽ ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ച് വന്നൊരു സ്ഥലമാണ്. പക്ഷേ ഫ്ലോപ്പായി പോയി. ഈ ഒരു വാട്ടർഫോൾസ് കാണുന്നില്ലേ ചെറുത്, ശരിക്കും ഇത് എങ്ങനെയാണെന്നറിയോ? ഇപ്പം കാണിച്ചു തരാം. ഇങ്ങനെ ഒഴുകേണ്ട വാട്ടർഫോൾസാണ്. അതിതാ ഇങ്ങനെയായി. ആ പാലത്തിലൂടെ ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ കേട്ടോ. എന്നാണെങ്കിലും പിറ്റേ ദിവസം മൂന്നാർ വരെ വന്നതല്ലേ, ഇടുക്കി ഡാമും ഒക്കെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയാണ് കേട്ടോ നമ്മൾ പോണത്. അടിപൊളി ഡ്രൈവായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, എങ്ങോട്ട് നോക്കിയാലും നല്ല വ്യൂ ആയിരുന്നു. നമ്മൾ വണ്ടിയൊക്കെ നിർത്തി താഴോട്ടൊക്കെ നോക്കുമ്പോൾ ഇതായിരുന്നു കാഴ്ച. അത്ര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നമ്മൾ വണ്ടിയൊക്കെ നിർത്തി മുഖമൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മൾ തേയിലത്തോട്ടങ്ങളോട് ബൈ പറഞ്ഞ് ഇനി നേരെ ഏലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകാൻ പോണത്. ഇതിലേക്കൂടെ പോയപ്പം എന്നാൽ പിന്നെ ഏലക്ക കായ്ച്ച് ഇറക്കണുണ്ടോ എന്നുകൂടെ നോക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പെർമിഷനൊക്കെ എടുത്ത് ചെറിയൊരു തോട്ടത്തിലേക്ക് കയറിയതാണ്. ഇഷ്ടം പോലെ ഏലക്കയായിരുന്നു കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോണത് ഇടുക്കി ഡാമും ചെറുതോണി ഡാമും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാട്ടോ. പക്ഷേ ഇതൊരു ബുധനാഴ്ച ആയതുകൊണ്ട് ഡാമൊന്നും ഓപ്പൺ അല്ല. അപ്പോഴാണ് ഇടുക്കിയിൽ ഇങ്ങനെ ഒരു ഹിൽ വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറുതോണി ഡാമും ഇടുക്കി ഡാമും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പൊടിഞ്ഞു തുടങ്ങിയായിരുന്നു. പിന്നെ അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഈ പാർക്കിലേക്ക് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അതുപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസൊക്കെ അവിടെ നടക്കുന്നുണ്ട് തോന്നുന്നു. പക്ഷേ മഴയായതുകൊണ്ട് ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നല്ല അടിപൊളി മഴയത്ത് അങ്ങ് ദൂരെ നമ്മൾ ചെറുതോണി ഡാമും അതുപോലെ തന്നെ ഇടുക്കി ഡാമും കണ്ടു. അതോടൊപ്പം തന്നെ പണ്ട് കുഞ്ഞുനാളിൽ അമ്മ പറഞ്ഞു തന്ന കുറുവൻ മലയും കുറുത്തി മലയും കാണാനും പറ്റി. ഇനിയും കാണാൻ കുറേ കാഴ്ചകൾ ബാക്കി വെച്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കേട്ടോ.